ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിലായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല പ്രതിനിധി സംഘവും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, എത്രത്തോളം പ്രാധാന്യമുണ്ട്, നിർണായകമാണ് ഈ കൂടിക്കാഴ്ചകൾ? ഏറെ നിർണായകമാണ് ഇപ്പോൾ ഖത്തർ അമീറുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന കൂടിക്കാഴ്ചകൾ. ഈ കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായ പല ധാരണകളും ഒപ്പുവെച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നത് പോലെ ഹൈദരാബാദ് ഹൗസിലാണ് ഈ യോഗം നടന്നത്. യോഗം നടക്കുന്നതിനിടയിൽ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ എസ് ജയശങ്കറും എല്ലാം തന്നെ ഇപ്പോൾ വിവിധ കരാറുകളിൽ രണ്ട് ഭാഗങ്ങളുടെ പ്രതിനിധികളുമായുള്ള ചർച്ചകളിൽ വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കരാറുകളെ സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം തന്നെ ഇനിയും വരാനിരിക്കുന്നു. എങ്കിൽ കൂടി പ്രാഥമികമായി അനുമാനിക്കപ്പെടുന്നത് ട്രേഡ് റിലേഷൻസ് ശക്തമാക്കുന്നതും അതുപോലെ തന്നെ വിദേശ ബന്ധങ്ങൾ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും ഭാരതവും അതുപോലെ തന്നെ ഖത്തറും തമ്മിലുള്ള വൈദേശിക വാണിജ്യ ബന്ധങ്ങളുടെ നിരവധിയായ ധാരണകൾ സംബന്ധിച്ചുള്ള ചില കരാറുകളാണ് ഒപ്പുവയ്ക്കപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനി അടുത്ത റീഡ് ഔട്ടിലോ അല്ലെങ്കിൽ പൊതുപ്രസ്താവനയിലോ അല്ലെങ്കിൽ സംയുക്ത പ്രസ്താവനയിലോ മാത്രമാണ് അറിയാൻ സാധിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം അത്തരത്തിലൊരു സംയുക്ത പ്രസ്താവന നടക്കും ഇരു നേതാക്കളുടെയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന പുറത്തു വരികയായിരിക്കും ചെയ്യുക. ഇന്ന് രാവിലെയാണ് ഔദ്യോഗികമായ പരിപാടികൾ ആരംഭിച്ചത്. നമുക്കറിയാവുന്നതാണ്, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതി ഭവനിൽ ഒരു ആചാരപരമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഗംഭീരമായൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ഇന്നലെയും ലഭിച്ചത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. പ്രധാനമന്ത്രി നേരിട്ടെത്തി ഖത്തർ അമീറിനെ സ്വീകരിക്കുകയായിരുന്നു. അത്തരത്തിൽ ചില കൃത്യമായ സൂചനകളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ ചർച്ചകൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നതെന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് സ്റ്റാർട്ടപ്പ് രംഗത്തും എല്ലാം തന്നെ സഹകരിക്കുന്നതിനും വ്യവസായ നിക്ഷേപങ്ങൾ, അതായത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഖത്തറിൽ നിന്നും കാര്യമായി ഭാരതത്തിലെത്തിക്കുന്നതിനുള്ള ധാരണകളായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 20 കൊല്ലത്തെ ദീർഘകാല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഖത്തറിൽ നിന്നും എണ്ണ ഉൽപ്പന്നങ്ങളും പ്രകൃതിവാതകവും വാങ്ങുന്നുണ്ട്. ഈ എണ്ണ ഉൽപ്പന്നങ്ങളുടെയും പ്രകൃതിവാതകത്തിൻ്റെയും അളവുകൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തോതും അതിൻ്റെ ലോജിസ്റ്റിക് തോതുകളെല്ലാം തന്നെ വർദ്ധിപ്പിക്കുക, വിവിധ കേന്ദ്രങ്ങളിൽ കൂടുതലായി അത് ലഭ്യമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുക, അത്തരത്തിലുള്ള നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട് വാണിജ്യപരമായ ബന്ധങ്ങളുടെ ഭാഗത്ത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ, ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇനിയും നമുക്ക് കുറേ കൂടി വ്യക്തമായി വരാനുണ്ട്. അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിശദീകരണങ്ങൾ അല്പസമയത്തിനകം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.